ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡേൺ അപ്പാർട്ട്മെന്റുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ 2 BHK 3 BHK ഭവനങ്ങൾ. ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം. വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു. നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായ ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ, ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായ EMI സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം. നിങ്ങൾക്കും ഇതിലൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8086399995 8086799992. ആറ്റൂർ അറഫ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആശ്വാസമായി ലിഫ്റ്റ് സൗകര്യം സജ്ജമാക്കി. 4 നില കെട്ടിടത്തിലെ കോണിപ്പടികൾ കയറുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഒരുക്കിയ ലിഫ്റ്റ് മുൻ MP PK ബിജു ഉദ്ഘാടനം ചെയ്തു. ആറ്റൂർ അറഫ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇനി പടവുകൾ കയറാതെ തന്നെ ക്ലാസ് മുറികളിലെത്താം. 4 നില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലെ കോണിപ്പടികൾ കയറുന്നതിലെ ബുദ്ധിമുട്ട് പരിഗണിച്ച് വിദ്യാർത്ഥികൾക്കായി പുതുതായി ഒരുക്കിയ ലിഫ്റ്റ് സൗകര്യം ഉദ്ഘാടനം ചെയ്തു. മുൻ ആലത്തൂർ MP PK ബിജുവാണ് ലിഫ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ ലിഫ്റ്റ് സൗകര്യം ഏർപ്പെടുത്തുന്ന ആദ്യ വിദ്യാലയങ്ങളിൽ ഒന്നായി ഇതോടെ അറഫ സ്കൂൾ മാറി. ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് അത്യാധുനികമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അറഫ ട്രസ്റ്റ് എന്നും മുൻപന്തിയിലാണെന്നും വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും ജനറൽ സെക്രട്ടറി K ഹംസ ചടങ്ങിൽ സംസാരിക്കവേ വ്യക്തമാക്കി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മുഹിയുദ്ദീൻ, നാരായണൻകുട്ടി, വള്ളത്തോൾനഗർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്നിവർ ആശംസകൾ നേർന്നു. ട്രഷറർ അബ്ദുൽ ലത്തീഫ്, സെക്രട്ടറി സുലൈമാൻ, PRO റഷീദ് ഫൈസി, PTA പ്രസിഡന്റ് സമീന രജീഷ്, പ്രിൻസിപ്പൽ വസന്ത മാധവൻ, പ്രധാന അധ്യാപിക രമ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ആരെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ബന്ധമുള്ളതുപോലെ തോന്നി. വിശ്വാമിത്ര പറയുന്നുണ്ട്, ആ കുട്ടിയോട് പറയാണ്, ആരെന്നാരായനല്ല അവനെ ചിക്കുന്നു തൻ ഹൃദ്യാന്തരാളത്തിൻ കുമ്പിൾ. അങ്ങനെ വാരിപ്പുണരാണ് അനുഷ്ഠിച്ചതാ മുനിവര്യൻ. ശിശുസംശ്ലേഷ സുഖൽ മീലിതാക്ഷനായ മുനിവര്യനോടു ഞാനൊന്നു ചോദിക്കട്ടെ സാദരം മഹാമുനെ, ധ്യാനത്തിൽ ഉൾച്ചേരുന്ന സച്ചിദാനന്ദമോ മാനിച്ചീളം പൂമൈ പുൽകലിൽ ഉളവാകും ഒരാനന്ദമധോ ഭവാനധികം സമാസ്വാദ്യം എന്നൊരു ചോദ്യമുണ്ട്. അത് കവി ഇടയിൽ കയറി പ്രസംഗിക്കുകയാണ്. കഥാപാത്രത്തോട് കവി പ്രസംഗിക്കുന്ന അത്യപൂർവമായ ചില അവസരങ്ങളുണ്ട്. അതുപോലൊരു സന്ദർഭമാണ്. എന്നിട്ട് പറയണേ, ദൈവത്തിനോട് ധ്യാനിച്ച് നിൽക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു സച്ചിദാനന്ദമുണ്ടല്ലോ, സത്ത് ചിത്ത് ആനന്ദം. ആ ആനന്ദത്തിനേക്കാൾ ഏറ്റവും മഹത്തരം കൊച്ചുകുട്ടിയെ വാരിപ്പുണരുമ്പോൾ കിട്ടുന്ന ആ ആനന്ദമാണ് അല്ലയോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ്. അതാണ് കുട്ടി. ഇത് ഞങ്ങൾക്കൊരു പാഠമാണ്. കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കുമ്പോഴൊക്കെ തന്നെ വളരെ ആദരപൂർവ്വമാണ് ഞങ്ങൾ അവരെ നോക്കിക്കാണുന്നത്. കുറവുകളൊക്കെ ഉണ്ടായാം, പക്ഷേ നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ തന്നെ ഘട്ടം ഘട്ടമായി കുറവുകളൊക്കെ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 4ാം നിലയുടെ മുകളിലേക്ക് കയറാൻ നല്ല പ്രയാസമുണ്ടായിരുന്നു. അത് ഇന്ന് ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ അറഫയുടെ ആ വലിയ ബിൽഡിങ്ങിൽ ലിഫ്റ്റിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞാണ് ഇവിടെ വന്നത്. ന്യൂസ് ഡെസ്ക് CCV.